ഹായ് ഗൈസ്, ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 10 ആകാറായിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. സാറ് നമുക്കൊരു നേരത്തെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അവധി ടൈമിൽ. 5 ദിവസം അവധി ഉണ്ട് എനിക്ക് ആ ടൈം പഠിക്കാൻ വേണ്ടി. അപ്പൊ അത് ഞാൻ ഫോളോ ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ ഇന്ന് മുതൽ അതൊന്ന് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നോക്കുവാണ്. അപ്പൊ കാണാം ഗൈസ്, ഇതാണ് സാറ് എന്ന ടൈം ടേബിൾ. സോ അപ്പൊ ഇന്ന് നമ്മൾ ഇതിന്റെ ഡേ 3 ആണ് ചെയ്യാൻ പോണത്. കാരണം സാറ് ഇഷ്ടമുള്ള രീതിക്ക് പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡേ 3 ഈ വീഡിയോ ക്ലാസ് ഇതാണ് നമ്മൾ കാണാൻ പോണത്. IAS 10 ബാക്കിയുള്ള 2 സ്റ്റാൻഡേർഡും പഠിക്കണം. അപ്പോൾ ഒരു ടോപ്പിക്ക് എനിക്ക് IAS 10 വീഡിയോ ക്ലാസ് കണ്ട് 45 മിനിറ്റ് എടുത്തുണ്ടായിരുന്നു. ഒരു എളുപ്പമുള്ള സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇത് നമുക്ക് IAS 37 21 നോക്കാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം 3 എന്ന് പറഞ്ഞ ആ സംഭവം തീർന്നു. കുറച്ച് റെസ്റ്റ് ആയി ചെയ്തു. ഇപ്പൊ ടൈം 11:15. ഇനി നമുക്ക് ഇത് നോക്കാം. എന്തായിരുന്നു IAS 37 21 നോക്കണം. സോ നോക്കാം. അപ്പോൾ IAS 37 കഴിഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു. വായിച്ചൊക്കെ നോക്കി ഒന്ന് മനസ്സിലാക്കിയതൊന്ന്. ഇനിയിപ്പോ 21 കിടപ്പുണ്ട്. അതൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ ഉച്ചക്ക് 2 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് IAS 21 നോക്കാൻ പോവാണ്. അത് ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ അത് നോക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോ അത് ഓക്കെ. IAS 21 ഒരു ചെറിയ സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് ആയിരുന്നു. അപ്പം എക്സ്റ്റൻഡിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അത് പെട്ടെന്ന് തീർന്നു. ഞാൻ ഉദ്ദേശിച്ചേക്കാളും പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ മൂവ് ഓൺ ചെയ്യുവാണ്. ഇപ്പം ഡേ 3 എന്ന് പറഞ്ഞാൽ ഡേ 3 ഇത്ര ഇല്ലായിരുന്നുള്ളൂ. അപ്പോൾ ഡേ 1 എന്ന് പറഞ്ഞു കൊടുത്തേക്കണം. അവിടെ കുറച്ച് ചാൻസ് കിടപ്പുണ്ട്. അതൊന്നും ചുമ്മാ നോക്കി വിടാൻ പോവാണ്. എല്ലാം നോക്കുന്നുണ്ട്. അത്രത്തോളം ഇത് ഓർത്തിരിക്കാൻ നാളെ ഇത് തന്നെ നോക്കേണ്ടി വരും. പിന്നെ എടുത്ത് റിവേഴ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. എന്തായാലും നോക്കുക, അത്രേ ഉള്ളൂ. ചാറ്റ് കുടിച്ച് ഇപ്പോൾ 4 മണിയായി. ഇനിയിപ്പോൾ 5 മണിയാകുമ്പോൾ എനിക്ക് ജിമ്മിൽ പോകാനുണ്ട്. 1 മണിക്കൂർ ഒരു സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് നിർത്തുവാണ് ഇന്നത്തെ സ്റ്റഡി പരിപാടി. ജിമ്മിൽ പോയിട്ട് തന്നെ വരുമ്പോൾ 7 മണി 8 മണി റേഞ്ച് ആവും. പിന്നെ അങ്ങോട്ട് പഠിത്തമൊന്നും അത് കണക്കാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റഡി പരിപാടി ഇരുന്നിട്ടുണ്ട്. ഇന്ന് 2-3 ദിവസമായിട്ട് ഒന്നും പഠിക്കണില്ലായിരുന്നു. നല്ല മടി ഉണ്ടായിരുന്നു. അത് മാറ്റാനായിട്ടാണ് ഇന്ന് കുത്തിരുന്ന് പറയാനും പഠിച്ചത്. നാളെ ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പാസ്സാണല്ലോ. SBR ആയതുകൊണ്ട് കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ നല്ല എഫർട്ടൊക്കെ പോണത്. ഇതിങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അപ്പൊ ശരി.